എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് അല്ലേ, നമ്മുടെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിലെ ആദ്യത്തെ ചാപ്റ്റർ, അതായത് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ അല്ലേ. അപ്പോൾ നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ, അതായത് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? മണി മാത്ത് എന്ന് പറയുന്നത് പണക്കണക്കുകൾ. അപ്പോൾ നമ്മൾ ഇക്കൊല്ലം ക്ലാസ് തുടങ്ങിയത് മുതൽ നീളം, വീതി അല്ലെങ്കിൽ ഏരിയ, വോളിയം അല്ലേ, ഫ്രാക്ഷൻ, പ്രൈം നമ്പർ, അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ച് നമുക്ക് ഏറെക്കുറെ ഒരു മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇനി ഒരു പുതിയ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമാവും, മണി മാത്ത് അല്ലേ, അതായത് പണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് തൽക്കാലം എന്തൊക്കെ മാറ്റി വെക്കാം? ഈ പ്രൈം നമ്പറും ഫാക്ടേഴ്സും അല്ലെങ്കിൽ വോളിയം, ഏരിയ, നീളം, വീതി അല്ലേ, അപ്പോൾ ഇതൊക്കെ തൽക്കാലം നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഓക്കെ ആണല്ലോ? എല്ലാവരും സെറ്റാണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്കറിയാം, നമ്മളിപ്പോൾ ഓണാഘോഷം വന്നെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പുതുവത്സരം വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ അതുപോലെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പം കാണാൻ പറ്റും എന്താണ്? അവിടെ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ 30% ഡിസ്കൗണ്ട് അല്ലേ. അപ്പോൾ എല്ലാത്തിനും 20% വിലക്കുറവ് അല്ലേ, അല്ലെങ്കിൽ വസ്ത്രങ്ങൾക്ക് 25% വിലക്കുറവ് അല്ലേ. അങ്ങനെ നമ്മൾ ഒരു ഓണാഘോഷം അല്ലെങ്കിൽ അതുപോലെയുള്ള ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പത്രം വരുത്തുകയാണെങ്കിൽ പത്രത്തിൻ്റെ ഒപ്പം തന്നെ കാണാൻ പറ്റും, പല നോട്ടീസുകൾ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇത്ര ശതമാനം വിലക്കുറവ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ അല്ലെങ്കിൽ TV, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഫ്രിഡ്ജ്, TV, കമ്പ്യൂട്ടർ അല്ലേ, അപ്പോൾ ഇതിനൊക്കെ 20% വിലക്കുറവ്, ഇങ്ങനെയൊക്കെ എപ്പോഴും നമ്മൾ കാണും. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് ഈ ഇത്ര ശതമാനം വിലക്കുറവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒക്കെ അർത്ഥം? ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മളൊരു തുണിക്കടയിൽ ചെല്ലാൻ വിചാരിക്കുക, ഇപ്പോൾ ഓണം പ്രമാണിച്ച്, അല്ലെങ്കിൽ അതുപോലെ ചില സമയത്ത് ഈ കടകളിലൊക്കെ സെയിൽ നടക്കും അല്ലേ. സെയിൽ നടക്കും എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് കാണാം, ഇപ്പോൾ 30% ഡിസ്കൗണ്ട് എന്ന് കാണാം. ചില സ്ഥാപനങ്ങൾ 30% ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ 20% ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ 40% വിലക്കുറവ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അല്ലെ. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ വിലക്കുറവ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? 30% വിലക്കുറവ് എന്ന് പറഞ്ഞാൽ, അതായത് ഇതിൻ്റെ അർത്ഥം നാം ഈ ശതമാനം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കുക, ശതമാനം എന്ന് പറഞ്ഞാൽ, അതായത് പേഴ്സൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 100 എന്നാണ് അർത്ഥം. 100. അതായത് നാം 100 രൂപയ്ക്ക്, ശ്രദ്ധിക്കുക, നാം 100 രൂപയ്ക്ക് സാധനം വാങ്ങുകയാണെങ്കിൽ 30% ഡിസ്കൗണ്ട് ആണ്. അതായത് 30 രൂപ കുറച്ച് ബാക്കിയുള്ളത് നമ്മൾ കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ 30% ഡിസ്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും? 30 രൂപ നമുക്ക് ലാഭം കിട്ടും അല്ലേ. ബാക്കി നമ്മൾ എത്ര കൊടുത്താൽ മതി? 100-ൽ നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 70 അല്ലേ. അപ്പോൾ നമ്മൾ ബാക്കി 70 രൂപ കൊടുത്താൽ മതി. അതായത് 100 രൂപയുടെ സാധനം നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ എത്ര രൂപ കൊടുത്താൽ മതി? 70 രൂപ കൊടുത്താൽ മതി. അതാണ് ഈ 30% എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാൾ 200 രൂപയ്ക്ക് സാധനം വാങ്ങി വിചാരിക്കുക. 200 രൂപയ്ക്ക് അയാൾ സാധനം വാങ്ങി. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര രൂപ കൊടുത്താൽ മതി? നമുക്കറിയാം, 100 രൂപയ്ക്ക് ആണെങ്കിൽ 30 രൂപ കുറവ് കൊടുത്താൽ മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ 200 രൂപയ്ക്കോ? 100 രൂപയ്ക്ക് ഒരു 30, 200-ന് 200 ഉണ്ടായില്ല അല്ലേ. അപ്പോൾ വീണ്ടും ഒരു 30, അപ്പോൾ 30-ഉം 60 രൂപ അല്ലേ. അപ്പോൾ 200 രൂപ വാങ്ങുമ്പോൾ 60 രൂപ കുറച്ചിട്ട് ബാക്കി എത്ര കൊടുത്താൽ മതി? 200-ൽ നിന്ന് 60 കുറച്ചെന്നാൽ ബാക്കി 140 രൂപ അല്ലേ. അപ്പോൾ 200 രൂപയുടെ സാധനം കിട്ടാൻ നമ്മൾ എത്ര രൂപ കൊടുത്താൽ മതി? 140 രൂപ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരാൾ ആ ഷോപ്പിൽ നിന്ന് 500 രൂപയ്ക്ക് സാധനം വാങ്ങി വിചാരിക്കാം. 500 രൂപയ്ക്ക് അയാൾ സാധനം വാങ്ങി. അപ്പോൾ അയാൾക്ക് 30% ഡിസ്കൗണ്ട് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കറിയാം, 100 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ 30 രൂപ. അങ്ങനെയാണെങ്കിൽ 500 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ എത്ര കിട്ടും? 100 രൂപയ്ക്ക് 30 രൂപ അല്ലേ. അപ്പോൾ 200 രൂപയാണെങ്കിൽ 60 രൂപ അല്ലേ. അപ്പോൾ അങ്ങനെ കയറി 500 രൂപയാണെങ്കിലോ? അപ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? 100 രൂപയ്ക്ക് 30 രൂപയാണ് ഡിസ്കൗണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ 500 രൂപയ്ക്ക് എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടും? അപ്പോൾ നാം എന്ത് ചെയ്യണം? 500-ൽ എത്ര 100 ഉണ്ടെന്ന് നോക്കണം. 500-നെ 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം, ഹരിക്കാം. അപ്പോൾ ഇത് ഹരിക്കാൻ നമ്മൾ ഒരു ബുദ്ധിമുട്ട്, വളരെ എളുപ്പത്തിൽ ഹരിക്കാൻ. എന്താ? ഇവിടെ ഒരു 0, അപ്പോൾ ഒരു 0 ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 5 100 ഉണ്ട് അല്ലേ. നമുക്കത് എളുപ്പത്തിൽ അറിയാൻ പറ്റും. 500-ൽ 5 100 ഉണ്ടെന്ന് അറിയാം അല്ലേ. അപ്പോൾ 5 100 ഉണ്ട് 500-ൽ അല്ലേ. അപ്പോൾ ഒരു 100-ന് 30 രൂപയാണ് ഡിസ്കൗണ്ട്, വിലക്കുറവ്. അപ്പോൾ ഒരു 100-ന് 30 രൂപ. അങ്ങനെയാണെങ്കിൽ 5 100-ന്, അപ്പോൾ 5 × 30 അല്ലേ. അപ്പോൾ 5 × 30 എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി? 150 രൂപ ഡിസ്കൗണ്ട് കിട്ടി. ബാക്കി എത്ര രൂപ കൊടുത്താൽ മതി കടക്കാരന്?
500-ൽ നിന്ന് എത്ര കുറച്ചിട്ട് കൊടുത്താൽ മതി? 500-ൽ നിന്ന് 150 രൂപ കുറയ്ക്കുക. ബാക്കി എത്ര കൊടുത്താൽ മതി? 350 രൂപ കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അപ്പോൾ അതിന് എളുപ്പത്തിലൊരു പണി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നോക്കിയാൽ ഒരാൾ 1000 രൂപയ്ക്ക് സാധനം വാങ്ങിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ അവിടുത്തെ ഡിസ്കൗണ്ട് 30% എന്ന് വിചാരിക്കുക. ആ കടയിലെ ഡിസ്കൗണ്ട് 30%. ഒരാൾ ആ കടയിൽ നിന്ന് 1000 രൂപയ്ക്ക് സാധനം വാങ്ങി. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ അയാൾക്ക് ലാഭം കിട്ടിയെന്ന് നോക്കിയാൽ 100 രൂപയ്ക്ക് 30 രൂപ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ 1000-ൽ എത്ര 100 ഉണ്ടെന്ന് നോക്കണം അല്ലേ? അപ്പോൾ എത്ര 100 ഉണ്ട് 1000-ൽ നമ്മൾ നോക്കണം. അതിനെന്താണ് എളുപ്പപ്പണി? എളുപ്പമായിട്ടൊരു പണിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. 100-ൽ നോക്കിയാൽ 100-ൽ എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം അല്ലല്ലോ അല്ലേ? 2 പൂജ്യം ഇല്ലേ? അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നിട്ടുള്ള സംഖ്യ എന്ത് ചെയ്യാം? 2 പൂജ്യം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. 100-ലത്തെ 2 പൂജ്യം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ബാക്കി എത്ര കിട്ടി? ഇവിടെ 10 അല്ല കിട്ടിയത്. അപ്പോൾ അവിടെ എത്ര 100 ഉണ്ട്? 10 100 ഉണ്ട്. മനസ്സിലായല്ലോ? 10 100 ഉണ്ട്. അപ്പോൾ 1000-ൽ 10 100 ഉണ്ട് അല്ലേ? എത്ര പൈസ ലാഭം കിട്ടി? ഇവിടെ 30% അല്ലേ? 100-ന് 30 അല്ലേ? അപ്പോൾ 30 ഇൻറ്റു അങ്ങനെ എത്ര 100 ഉണ്ട് ഇവിടെ? 10 100 അല്ലേ? അപ്പോൾ 30 ഇൻറ്റു 10 300 രൂപ അയാൾക്ക് ലാഭം കിട്ടി. ആർക്ക് ലാഭം കിട്ടി? ഈ സാധനം വാങ്ങാൻ പോയ ആൾക്ക് 300 രൂപ ലാഭം കിട്ടി. അപ്പോൾ അയാൾ ബാക്കി എത്ര കാശ് കൊടുത്താൽ മതി? ഷോപ്പിൽ 1000-ൽ നിന്ന് 1000 രൂപയുടെ സാധനം വാങ്ങി 300 രൂപ കുറച്ചിട്ട് ബാക്കിയുള്ളത് കൊടുത്താൽ മതി അല്ലേ? അതായത് 700 രൂപ അയാൾ കൊടുത്താൽ മതി. അപ്പോൾ 300 രൂപ അയാൾക്ക് ലാഭം കിട്ടി. അപ്പോൾ മനസ്സിലായില്ല? അപ്പോൾ അതേ രൂപത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ എത്രയും തന്നിട്ടുള്ള എമൗണ്ടിൽ എത്ര 100 ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 100 ഉണ്ടെന്ന് ഇതേപോലെ നമ്മൾ ചെക്ക് ചെയ്യാം. എന്നിട്ട് അതിനെ നമുക്ക് ഇതുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അല്ലേ? ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്കൊരു 1-2 ചെറിയ കണക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരാൾ ഒരു കടയിൽ ചെന്നപ്പോൾ ആ കടയിലെ സാധനങ്ങൾക്ക് അല്ലെ വസ്ത്രം ഒരു ഡ്രസ്സ് കടയിലാണ് ചെന്നത്. അപ്പോൾ അവിടെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ 30% ഡിസ്കൗണ്ട് ആണെന്ന് ആ ഷോപ്പിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ അയാൾ 500 രൂപക്ക് പ്രൈസ് അല്ലേ വില. അപ്പോൾ 500 രൂപക്ക് അയാൾ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കിഴിവ് അല്ലേ? എത്ര കിഴിവ് കിട്ടുമെന്ന്. അപ്പോൾ 100 ഇവിടെ നോക്കിയാൽ 30% ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ 30% ഡിസ്കൗണ്ട്. ഒരാൾ 500 രൂപയ്ക്ക് സാധനം വാങ്ങി. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര രൂപ കിഴിവ് കിട്ടി? കുറവ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അയാൾക്ക് എത്ര രൂപ ലാഭം കിട്ടി? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ശതമാനം എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 30 രൂപയാണ് അല്ലേ? അപ്പോൾ 500 രൂപയ്ക്കാണെങ്കിൽ എന്തായിരിക്കും? 500-ൽ എത്ര 100 ഉണ്ടെന്ന് നമ്മൾ നോക്കണം അല്ലേ? 500-ൽ എത്ര 100 ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു 500-ൽ എത്ര 100 ഉണ്ടെന്ന് എങ്ങനെയാണ് നോക്കുക? എളുപ്പം എന്താണ് അല്ലേ? അത് ഞാൻ പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത്? 100-ൽ 2 പൂജ്യമാണുള്ളത്. അപ്പോൾ 2 പൂജ്യം നമ്മൾ ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ ബാക്കിയുള്ള അത്രയും 100 അതിലുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? 500-ൽ എത്ര 100 ഉണ്ട്? നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാം 5 100 എന്നല്ലേ? ഇനി വലിയ സംഖ്യയിൽ വന്നാൽ എന്ത് ചെയ്യണം? ഇവിടെ 2 പൂജ്യമാണ് 100-ലുള്ളത്. അപ്പോൾ 2 പൂജ്യം അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എത്ര ഉള്ളത്? 5 അല്ലേ? അപ്പോൾ 5 അപ്പോൾ 30% എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 30 രൂപ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 5 100 ഉണ്ട് അല്ലേ? 5 100 ഉണ്ട്. അപ്പോൾ നമുക്ക് 30 ഇൻറ്റു 5 3 ഇൻറ്റു 15 150 ഗുണിച്ച് നോക്കാം. 150. അപ്പോൾ 150 രൂപ അയാൾക്ക് ലാഭം കിട്ടി അല്ലേ? അപ്പോൾ 500 രൂപയ്ക്ക് സാധനം വാങ്ങിയപ്പോൾ 150 രൂപ ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര കാശ് എമൗണ്ട് ടു ബി പെയ്ഡ് അയാൾ എത്ര കാശ് കൊടുക്കണം? അല്ലെങ്കിൽ കൊടുക്കേണ്ടവില്ല എത്ര കാശ് കൊടുക്കണം? 500 രൂപ കൊടുക്കണ്ട അല്ലേ? 500 രൂപയിൽ നിന്ന് 150 രൂപ കുറച്ചിട്ട് ബാക്കി കാശ് കൊടുത്താൽ മതി അല്ലേ? അപ്പം 500-ൽ നിന്ന് 150 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 350 രൂപ കിട്ടും അല്ലേ? അപ്പോൾ കടക്കാരന് 350 രൂപ കൊടുത്താൽ മതി. അപ്പോൾ 500 രൂപയുടെ സാധനം വാങ്ങിയിട്ട് കടക്കാരൻ ആകെ എത്ര കൊടുത്താൽ മതി? 350 രൂപ കൊടുത്താൽ മതി. 150 രൂപ ഈ വാങ്ങിയ ആൾക്ക് ലാഭം. ഓക്കെ, ഇനി നോക്കിയാൽ വേറൊരാൾ 1000 രൂപയ്ക്കാണ് സാധനം വാങ്ങി. അപ്പോൾ അയാൾക്ക് എത്ര രൂപ ലാഭം കിട്ടി? അല്ലെങ്കിൽ എത്ര രൂപ കിഴിവ് കിട്ടി? ഇതേപോലെ നമുക്ക് ചെയ്യാം അല്ലേ? 100 രൂപയ്ക്ക് 30 രൂപ. അങ്ങനെയാണെങ്കിൽ 1000 രൂപയ്ക്ക് എത്രയായിരിക്കും? അപ്പോൾ 1000-ൽ എത്ര 100 ഉണ്ടെന്ന് നോക്കണം അല്ലേ? അതിനെന്താണ് എളുപ്പപ്പണി? 2 പൂജ്യം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 1000-ൽ 10 100 ഉണ്ട് അല്ലേ? അപ്പോൾ 30 ഇൻറ്റു 30 രൂപയാണ് 100 രൂപയ്ക്ക്. അപ്പോൾ 30 ഇൻറ്റു എത്ര 100 ഉണ്ട് ഇതിൽ? 10 100. 30 ഇൻറ്റു 10 300 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കറിയാം പൂജ്യം കൊണ്ട് കുടിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ 30 ഇട്ടിട്ട് ഈ ഒരു പൂജ്യം അല്ലേ? ഈ പൂജ്യം ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം 30 എന്ന് എഴുതിയിട്ട് ഈ 10-ൽ ഒരു പൂജ്യം ആ പൂജ്യത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 300 കിട്ടി. അപ്പോൾ 300 രൂപ ഇയാൾക്ക് ലാഭം കിട്ടി. അപ്പോൾ ബാക്കി എത്ര കാശ് കൊടുത്താൽ മതി ഇയാൾ?
1000 രൂപയുടെ സാധനം വാങ്ങി. അപ്പോൾ 1000-ൽ നിന്ന് 300 രൂപ കുറച്ചിട്ട് ബാക്കി എത്ര വരും? 700 രൂപ അല്ലേ? അപ്പോൾ 700 രൂപ ആകെ കൊടുത്താൽ മതി. 1000 രൂപയുടെ സാധനം എടുത്തിട്ട് 700 രൂപ കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? ഇനി വേറൊരാൾ 1200 രൂപയ്ക്ക് സാധനം വാങ്ങി. അപ്പോൾ അയാൾക്ക് എത്ര രൂപ കിഴിവ് കിട്ടി? എന്ത് ചെയ്യാം നമ്മൾ? ഈ 1200-ൽ എത്ര 100 ഉണ്ടെന്ന് നോക്കാം അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 0 അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി 12 100 ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? 30 രൂപയാണ് 100 രൂപയ്ക്ക്. അങ്ങനെയാണെങ്കിൽ എത്ര 100 ഉണ്ട്? 12 100 ഉണ്ട്. അപ്പോൾ 30 × 12 എത്ര കിട്ടും? അപ്പോൾ തെറ്റാതെ ഒന്ന് ഗുണിച്ച് നോക്കാം അല്ലേ? തെറ്റാതെ ഗുണിച്ച് നോക്കാം. 30-നെ 12 ഒന്ന് ഗുണിച്ച് നോക്കാം നിങ്ങൾ. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 30-നെ 12 ഗുണിച്ച് കഴിഞ്ഞാൽ 360 കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഗുണിക്കാൻ ചെയ്താൽ മതി. 12 × 30-ന് പകരം 0 തൽക്കാലം മാറ്റി വെക്കുക. എന്നിട്ട് 3 കൊണ്ട് മാത്രം ഗുണിക്കുക. അപ്പോൾ 3 × 2 6, 1 × 3 3 കിട്ടി. 36 കിട്ടിയാലോ? ഇനി ഇവിടെ ഒരു 0 ഇല്ലേ? ആ 0 ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 360 കിട്ടി. കണ്ടോ? ഇതാണ് എളുപ്പത്തിൽ ഗുണിക്കാനുള്ള പണി. അപ്പോൾ ഇവിടെ നമുക്ക് 360 കിട്ടിയാലോ? അപ്പോൾ 320 രൂപ കുറച്ചിട്ട് 1200 രൂപയ്ക്ക് സാധനം വാങ്ങിയപ്പോൾ അതിൽ നിന്ന് 360 രൂപ കുറയ്ക്കാം. ബാക്കിയുള്ളത് കൊടുത്താൽ മതി അല്ലേ? അപ്പം 1200-ൽ നിന്ന് 360 കുറച്ചാൽ എത്ര കിട്ടും? 840 രൂപ. അപ്പോൾ 840 രൂപ കടക്കാരന് കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെ കൂടെയൊക്കെ ബാങ്കിൽ പോയിട്ടുണ്ടാവും അല്ലേ? ബാങ്കിൽ നമ്മൾ പോയിട്ടുണ്ടാവും. നിങ്ങൾ മിക്കവാറും എല്ലാവരും പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ബാങ്ക് നമുക്കറിയാം. നാം ബാങ്കിൽ ഇപ്പോൾ കുറച്ച് പൈസ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറയും അല്ലേ? ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളുകൾ, ഇപ്പോൾ 1 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഇട്ട കാശെല്ലാം നമുക്ക് തിരിച്ച് കിട്ടാം. ഇട്ട പൈസയേക്കാൾ കൂടുതൽ പൈസ നമുക്ക് കിട്ടും അല്ലേ? കുറച്ച് പൈസ കൂടുതലായിട്ട് കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഒരു 1000 രൂപ ഇട്ടെന്ന് വിചാരിക്കുക. ഒരു 1000 രൂപ ഞാൻ ബാങ്കിൽ പോയിട്ട് ഇട്ടു. എന്നിട്ട് ഞാൻ 1 കൊല്ലം കഴിഞ്ഞിട്ട് ആ ബാങ്കിൽ നിന്ന് നമ്മൾ പൈസ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1000 രൂപയല്ലേ കിട്ടുക. അതിൻ്റെ കൂടെ കുറച്ച് മുടിച്ചാൽ അപ്പോൾ നമുക്കൊരു 1100 രൂപ കിട്ടും അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് കുറച്ചോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ആയിട്ട് കിട്ടും അല്ലേ? അപ്പം ഇങ്ങനെ നമുക്ക് കൂടുതൽ കിട്ടുന്ന ഇതിനെയാണ് നാം എന്താ പറയുക? ഈ പൈസയാണ് നാം എന്താ പറയുക? ഇൻട്രസ്റ്റ് എന്ന് പറയും. അതായത് പലിശ എന്ന് പറയും. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ. അപ്പോൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പലിശ എന്നൊക്കെ. അപ്പോൾ ഇതാണ് ഈ പലിശ. അപ്പോൾ നമ്മൾ ബാങ്കിൽ കുറച്ച് പൈസ ഇട്ട്, ഇപ്പോൾ ഒരാൾ ഒരു 5000 രൂപ ഇട്ടെന്ന് വിചാരിക്കുക. 5000 രൂപ ഇട്ട് ബാങ്കിൽ. ഇനി അയാൾ 1 കൊല്ലം ചെയ്യുമ്പോൾ ബാങ്കിൽ പോയിട്ട് എടുക്കുമ്പോൾ നമുക്ക് 5000 രൂപയല്ല കിട്ടാം അല്ലേ? കുറച്ചും കൂടി പൈസ അവർ കൂടുതലിടും. ഇപ്പോൾ ചിലപ്പോൾ ഒരു 5450 കിട്ടും, അല്ലെങ്കിൽ ഒരു 5600 കിട്ടും, അല്ലെങ്കിൽ ഒരു 5500 കിട്ടും. അപ്പോൾ കൂടുതൽ കിട്ടുന്ന ഇവിടെ നിൽക്കിയാൽ നമുക്ക് 450 രൂപ കൂടുതൽ കിട്ടി അല്ലേ? അല്ലെങ്കിൽ ഇവിടെ 100 രൂപ കൂടുതൽ കിട്ടി. ഈ കൂടുതൽ കിട്ടുന്ന പൈസക്കാണ് നമ്മൾ എന്ത് പറയുക? ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ കയറി ചൊല്ലിനോട് തന്നെ അവർ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും ഫിക്സഡ് ഡെപ്പോസിറ്റിന്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, 9% പലിശ അല്ലെങ്കിൽ 10% പലിശ. ഫിക്സഡ് ഡെപ്പോസിറ്റിന് 10% പലിശ. അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാകും സ്ഥിര നിക്ഷേപം അല്ലെ? സ്ഥിര നിക്ഷേപം അതിനെ പറയും ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ ഒരു 1000 അല്ലെങ്കിൽ 5000 അല്ലെങ്കിൽ 10000 രൂപ നമ്മൾ ബാങ്കിൽ ഇട്ടിട്ട് അത് സ്ഥിരമായിട്ട് ബാങ്കിൽ നിന്ന് എടുക്കാണ്ട് അവിടെ തന്നെ വെക്കാം. ഇപ്പോൾ 1 കൊല്ലത്തിന് ഇട്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ആ പൈസ എടുക്കണില്ല. ഇപ്പോൾ ഇന്ന് ഞാൻ കൊണ്ട് കുറച്ച് ഒരു 5000 രൂപ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അടുത്ത കൊല്ലത്തിന് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടുകയാണെങ്കിൽ അവർ നമുക്ക് 10% ഇൻട്രസ്റ്റ് തരും, അല്ലെങ്കിൽ 9% ഇൻട്രസ്റ്റ് തരും. ഇതാണ് അവർ വലുതാക്കി എഴുതി വെക്കുക. മനസ്സിലായ? അതായത് നാം ഇപ്പോൾ ഒരു 10000 രൂപ ഇട്ട് കഴിഞ്ഞാൽ അവരെത്ര തരും? നമുക്ക് ഇതെടുക്കാൻ ചെല്ലുമ്പോൾ, അടുത്ത കൊല്ലം എടുക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ 10000-ൻ്റെ കൂടെ കുറച്ചും കൂടി പൈസ കൂടുതൽ കിട്ടും. അത് എത്ര ശതമാനമാണ്? 10%, അതല്ലെങ്കിൽ 9%. അപ്പോൾ ഇത് നമ്മളെ ബാങ്കുകൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഇപ്പോൾ 1000 രൂപ ബാങ്കിലിട്ടു എന്ന് വിചാരിക്കാം. ഇത് കണ്ടിട്ട് ഇത് വായിച്ചു നോക്കിയിട്ട് അയാൾ 1000 രൂപ ബാങ്കിലിട്ടു. അപ്പോൾ ബാങ്കിൽ എഴുതിയിട്ടുണ്ട് 9% ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് 9% പലിശ കിട്ടും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 1 കൊല്ലം കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? ഇവിടെ അർത്ഥം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 രൂപയ്ക്ക് 9 രൂപ. കണ്ട, 100 രൂപ ഇടുകയാണെങ്കിൽ 9 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ 1000 രൂപ ഇട്ടാൽ എത്ര പൈസ കിട്ടും? തിരിച്ചു കിട്ടും. ഈ 1000-ൻ്റെ കൂടെ കുറച്ച് പലിശ കിട്ടും അല്ലേ? അത് എത്രയായിരിക്കും കിട്ടുക? ഇവിടെ നോക്കിയേ, 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് 9 രൂപ പലിശ കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ 1000 രൂപ ഇട്ടാലോ
നാം നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. 1000-ൽ എത്ര 100 ഉണ്ടെന്ന് നോക്കാം. 1000-ൽ എത്ര 100 ഉണ്ട്? 1000-ൽ 2 പൂജ്യം ക്യാൻസൽ ചെയ്ത് ബാക്കി 10 അല്ലേ? 10 100 ഉണ്ട് 1000-ൽ അല്ലേ? അപ്പൊ 9 രൂപ വെച്ചിട്ട് 10 100-ന് എത്ര പൈസ കിട്ടും? 90 രൂപ. അപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഈ 1000 രൂപ ഇട്ട ആൾക്ക് എത്ര രൂപ കൂടുതൽ കിട്ടും? 90 രൂപ കൂടുതൽ കിട്ടും. അപ്പൊ 1090 രൂപ ഇയാൾക്ക് മൊത്തം കിട്ടും. മനസ്സിലായില്ലേ? ഇനി ഒരാൾ ഒരു 5000 രൂപ ഇട്ടെന്ന് വിചാരിക്കുക. അയാൾ ബാങ്കിൽ 5000 രൂപ ഇട്ടു. അയാൾക്ക് എത്ര പൈസ കിട്ടും? അയാൾ ഇൻട്രസ്റ്റ് 9% വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര കിട്ടും? 5000-ൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 5000-ൽ എത്ര 100 ഉണ്ടെന്ന് നോക്കാം. എത്ര 100 ഉണ്ട്? 2 പൂജ്യം ക്യാൻസൽ ചെയ്തു. ബാക്കി എത്ര 100 ഉണ്ട്? 50 100 ഉണ്ട് അല്ലേ? 50 100 ഉണ്ട്. അപ്പൊ ഒരു 100-ന് 9 രൂപ. അപ്പൊ 50 100-നോ ഇവിടെ കണ്ടില്ല, നമ്മൾ 9 × 10 എന്ന് എഴുതി. അതുപോലെ 9 × ഒരു 100-ന് 9 രൂപ. അങ്ങനെ എത്ര 100 ഉണ്ട് ഇവിടെ? 50 100 ഉണ്ട് അല്ലേ? 50 100 ഉണ്ട്. അപ്പൊ 50 × 9 എത്ര കിട്ടും? 450 രൂപ. അപ്പൊ അയാൾക്ക് 450 രൂപ പലിശയായിട്ട് കിട്ടി. അപ്പൊ മൊത്തം അയാൾക്ക് എത്ര കാശ് കിട്ടും? ഈ 5000 കിട്ടും, അതിന്റെ കൂടി ഒരു 450 രൂപയും കൂടുതൽ കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 105-ൽ ചെറിയ ചെറിയ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചെറിയ ചോദ്യങ്ങൾ. അത് നമുക്കൊന്ന് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ബാങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്കിൽ 9% പലിശ നിരക്ക് അല്ലേ? അതായത് 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ 9 രൂപ പലിശ കിട്ടും അല്ലേ? അതാണ് ഇതിന്റെ അർത്ഥം, നമ്മൾ പറഞ്ഞു. അങ്ങനെ ആ ഒരു ബാങ്കിൽ ഇവർ 5 പേരും കുറേശ്ശെ പൈസ ഇട്ടു. കുറച്ച് എത്ര? ആഷ് എന്ന് പറഞ്ഞ ആൾ എത്ര ഇട്ടു? 15000 രൂപ ഇട്ടു ബാങ്കിൽ. സുമ 25000 രൂപ ഇട്ടു. നിഹാരിക 37500 രൂപ ഇട്ടു. വിഹാൻ 12500 രൂപ ഇട്ടു. അഹി 22500 രൂപ ഇട്ടു, ബാങ്കിലിട്ടു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു കൊല്ലം കഴിഞ്ഞാൽ എത്ര രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് പലിശയായിട്ട് കിട്ടുമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തല്ലേ, നേരത്തെ ഇതേ മോഡൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്കറിയാം 100 രൂപയ്ക്ക് എത്രയാണ്? 9 രൂപ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇട്ട ആൾ 15000 രൂപ ഇട്ടു അല്ലേ? അപ്പോൾ അയാൾക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും? എത്ര പലിശ കിട്ടും അയാൾക്ക്? എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിൽ എത്ര 100 ഉണ്ടെന്ന് നോക്കണം അല്ലേ? 15000-ൽ എത്ര 100 ഉണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു 2 പൂജ്യം കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി 150 അല്ലേ? അപ്പോൾ ഇതിൽ 150 100 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 100-ന് 9 രൂപ കിട്ടും അല്ലേ? അപ്പോൾ 150 100-ന് എത്ര കിട്ടും? 9 × ഈ 9 അല്ലേ? 9 × ഇവിടെ 150 100 ഉണ്ട് അല്ലേ? അപ്പോൾ 9 × 150. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശരിക്കും ഗുണിച്ചൊക്കെ നോക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഗുണിച്ചൊക്കെ ചെയ്യാൻ നേരം കുറച്ച് കുറവുള്ളത് കൊണ്ട് നിങ്ങൾ തന്നെ പതുക്കെ നോട്ട് ബുക്കിൽ ഒന്ന് ഗുണിച്ചൊക്കെ നോക്കാം. അപ്പോൾ 9 × 150 ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1350 കിട്ടും. അപ്പോൾ ഇയാൾക്ക് എത്ര പൈസ കൂടുതൽ കിട്ടി? 1350 രൂപ കിട്ടിയല്ലേ? അപ്പോൾ ഈ 15000 കിട്ടും, അതിൻ്റെ കൂടെ ഇതും കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ടോട്ടൽ എമൗണ്ട് ആകെ ഇയാൾക്ക് അപ്പോൾ എത്ര കാശ് കിട്ടും? അയാൾ ആദ്യം ബാങ്കിൽ കൊടുത്ത 15000 രൂപയും കിട്ടും, അതിൻ്റെ കൂടെ ഈ 1350 രൂപയും കിട്ടും അല്ലേ? അപ്പം മൊത്തം എത്ര കിട്ടും? ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം, തെറ്റാതെ ആഡ് ചെയ്യാം. അപ്പോൾ 16350 രൂപ അയാൾക്ക് കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പോൾ 15000 രൂപ കൊടുത്ത ആൾക്ക് ബാങ്കിൽ അടുത്ത കൊല്ലം 16350 രൂപ കിട്ടും. ഇനി ഇയാൾ സുമയ്ക്ക് എത്ര കിട്ടും? സുമ എത്ര പൈസ ഇട്ടു? 25000 രൂപ കിട്ടും. രൂപ ഇട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ 9% പലിശക്ക് എത്ര കിട്ടും? ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എത്ര 100 ഉണ്ട് നോക്കാം. എത്ര 100 ഉണ്ട്? ഈ 2 പൂജ്യം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 250 100 ഉണ്ട് അല്ലേ? അപ്പോൾ 9% ഇൻട്രസ്റ്റ്. അപ്പോൾ 9 × എത്ര 100 ഉണ്ട്? 250 100 ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും തെറ്റാതെ ഗുണിച്ച് നോക്കാം. 9 × 250. അപ്പോൾ ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2250 കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ 2250 രൂപ ഈ സുമക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ആകെ എത്ര കാശ് കിട്ടും? ഈ കൊടുത്ത കാശും കിട്ടും, ഇതും കിട്ടും അല്ലേ? അതായത് 25000 രൂപ സുമ ആദ്യം ബാങ്കിൽ ഇട്ട പൈസ, അതിൻ്റെ കൂടി ഒരു 2250 രൂപ പലിശയായിട്ടും കിട്ടും അല്ലേ? അപ്പോൾ ആകെ എത്ര കിട്ടും നോക്കിയേ? ആകെ 27250 അല്ലേ? 250 രൂപ മൊത്തം കിട്ടും. ഇനി വേഗം ചെയ്യാൻ നിങ്ങൾക്കല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യുക? ഇതിൽ എത്ര 100 ഉണ്ടെന്ന് നോക്കാം അല്ലേ? അപ്പോൾ 2 പൂജ്യം അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 375 100 ഉണ്ട് ഇതിൽ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 9 × 375. ഇപ്പോൾ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലായല്ലോ?
ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്നത് തെറ്റാതെ ഗുണിക്കണം. നിങ്ങൾ ഗുണിക്കുമ്പോൾ തെറ്റാൻ പാടില്ല. അപ്പം 3375 കിട്ടും ഇത് നമ്മൾ ഗുണിക്കുമ്പോൾ. ഇനി ടോട്ടൽ ആകെ എത്ര കിട്ടും? ബാങ്കിൽ നിന്ന് എത്ര കിട്ടും? ഈ കൊടുത്ത പൈസ ആദ്യം കൊടുത്തത് 37,500 രൂപ, അതിൻ്റെ കൂടെ എത്രയും കൂടി കിട്ടും? 3,375 രൂപയും കൂടി കിട്ടും അല്ലേ? അപ്പോൾ തെറ്റാതെ ഗുണിക്കുക അല്ലേ? ഞാൻ പറഞ്ഞ തെറ്റ് ഗുണിക്കും അല്ല, സോറി, കൂട്ടുമ്പോഴൊന്നും തെറ്റാൻ പാടില്ല. അപ്പോൾ എത്ര കിട്ടൂടെ? ഇത് നമ്മൾ കൂട്ടി നോക്കാം. 40,875 കിട്ടും. ഓക്കെ, ഇനി വിഹാൻ ഇത്ര പൈസ ആണ് കൊടുത്തത് അല്ലേ, ബാങ്കിലിട്ടത്. ഇവിടെ എന്ത് ചെയ്യണം? ഈ 2 പൂജ്യം ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എത്ര 100 ഉണ്ട്? 125 100 അല്ലേ? അപ്പോൾ 9 × 125 അല്ലേ? അപ്പോൾ 9 × 125 ഗുണിച്ച് നോക്കുക എത്ര കിട്ടും? 1125 കിട്ടും. അപ്പോൾ ഇത്രയും പൈസ പലിശയായിട്ട് കിട്ടും. അപ്പോൾ മൊത്തം എത്ര കിട്ടും? വിഹാൻ ആദ്യം കൊടുത്ത 12,500 രൂപയും അതിൻ്റെ കൂടെ ഒരു 1125 രൂപയും കൂടി കൂട്ടിയിട്ട് ആ എമൗണ്ട് കിട്ടും അല്ലേ? അപ്പോൾ മൊത്തം എത്ര കിട്ടും? മൊത്തം 13,625 അല്ലേ? 625 രൂപ. മനസ്സിലാവണില്ലേ? ഇനി അഹിക്കോ? അഹിക്ക് നോക്കിയാൽ എത്ര 100 ഉണ്ടെന്ന് നോക്കിയിട്ട് 225 100 ഉണ്ട് അല്ലേ? അപ്പോൾ 9 × 225. ഇപ്പം എല്ലാവർക്കും വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റണില്ലേ? ഓക്കെ, അപ്പോൾ സ്പീഡിൽ ചെയ്തോ, പക്ഷേ ഗുണിക്കുമ്പോഴൊന്നും തെറ്റാൻ പാടില്ല. എത്ര കിട്ടും ഗുണിക്കുമ്പോൾ? 2025 കിട്ടും. അപ്പോൾ 2025 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും അല്ലേ? അപ്പോൾ മൊത്തം എത്ര കിട്ടും? ആദ്യം കൊടുത്ത 22,500 അതിൻ്റെ കൂടെ ഒരു 2025 രൂപയും കൂടി കിട്ടും അല്ലേ? അപ്പോൾ മൊത്തം എത്ര കിട്ടും എന്ന് നോക്കിയാൽ 24,525 അല്ലേ? 525 രൂപ ആർക്ക് കിട്ടും? അഹിക്ക് കിട്ടും. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് തന്നെ പഠിക്കുക. മനസ്സിലായല്ലോ? പ്രത്യേകിച്ച് ഗുണിക്കലും കൂട്ടലും തെറ്റാൻ പാടില്ല. അത് തെറ്റിക്കഴിഞ്ഞാൽ ഉത്തരക്ക് തെറ്റും. അപ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് തന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.